എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൽ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ഇത് കുത്തുന്നു കേട്ടോ, അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത്. സോ നമ്മളങ്ങനെ 2021 വന്നിരിക്കുകയാണ്. 2020 എന്താ അത്, കഴിഞ്ഞ വർഷം പോയതറിഞ്ഞില്ല. മൊത്തം കൊറോണയായിരുന്നു. ജാനുവരി ഫെബ്രുവരി മാത്രമേ ഓർമ്മയുള്ളൂ. മാർച്ച് തൊട്ട് പിന്നെ എല്ലാം ഒരു പുകമറിയായിരുന്നു. സ്റ്റിൽ എൻ്റെ ചാനലിൽ നല്ല നല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ ഏകദേശം 150ഓളം വീഡിയോസാണ് കഴിഞ്ഞ ഒരു വർഷം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര മടിച്ചാണ് വീഡിയോസ് ഇടാൻ. ഞാൻ നല്ലോണം പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നാളെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ അത് വെച്ചിട്ട് എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്കത് വലിയൊരു കാര്യമാണ്. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഇത്രയും റെസിപ്പീസ്, കാരണം നിങ്ങൾ കാണുന്ന വീഡിയോസ് ഞാൻ കുറേ പ്രാവശ്യം പരീക്ഷിച്ച് ഞാനും ഹരിയും ഫുൾ കഴിച്ചിട്ടാണ് സക്സസ് ആയ റെസിപ്പീസ് മാത്രമേ ഞാൻ ചാനലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ കാര്യമാണ്. അതിൽ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 130-140 വീഡിയോസ് കുക്കിംഗ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ മേക്കപ്പും സ്കിൻ കെയറും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു പേഴ്സണൽ ടോക്ക് നമ്മൾ ചെയ്തു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾ കണ്ടു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കാര്യങ്ങളാണ് ഞാൻ ചാനലിൽ കഴിഞ്ഞ ഒരു വർഷം ഞാൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് വൺ വീക്ക് ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ്. ഓണം അതൊക്കെ നല്ല സ്ട്രഗിളായിരുന്നു. ഓണം സദ്യ റെസിപ്പീസ് ഞാൻ ഫുൾ സദ്യ എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെ വിളമ്പേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് ആണ് ഞാനത് ഷെയർ ചെയ്തത്. പിന്നെ ഫുൾ സദ്യ അത്രയും 10-16 വിഭവങ്ങളോട് കൂടിയുള്ള സദ്യയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ നല്ല ഫുൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തുവല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഒരു റെസിപ്പി ആയാലും അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് 2021 റിഫ്രഷ് ചെയ്തിട്ട് വരാം. അപ്പം അതിൽ ഞാൻ വീഡിയോസ് ആയിട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഫോട്ടോസ് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാൻ ഇതുവരെ 2020 ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 2020 ഒരു പായസം വെച്ചിട്ടാണ് നമ്മുടെ ജാനുവരി 2 ഇന്ന് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ജാനുവരി 2 ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. 2020 നൊങ്കില്ലേ, പനയിലുണ്ടാകുന്ന അത് വെച്ചിട്ടുണ്ടാകുന്ന പായസമാണ് ഞാൻ ഫസ്റ്റ് ഇട്ടത്. സോ നല്ല സൂപ്പർ ടേസ്റ്റി പായസമായിരുന്നു കേട്ടോ. അപ്പം അതൊന്നാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം അവസാനിച്ചത് ലാസ്റ്റ് ഞാനത് സ്കിൻ കെയർ വീഡിയോ മേക്കപ്പ് വീഡിയോ 2020 അപ്ലോഡായത് ഇന്നലെ മിനിയാന്ന് രാത്രിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജാനുവരി 1 ആയി അത് അപ്ലോഡ് ആകുമ്പോൾ. പക്ഷേ അത് തലേദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. 8 മണി തൊട്ടിട്ട് ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും, ന്യൂ ഇയർ രാത്രി ആയതുകൊണ്ടായിരിക്കും. പക്ഷേ നല്ല നെറ്റ് ഭയങ്കര സ്ലോ ആണ്. ആഫ്റ്റർ 12 അത് അപ്ലോഡ് ആയിരിക്കുന്നത്. പക്ഷേ ഞാൻ തലേദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതാണ് അവസാനത്തെ വീഡിയോ. ഇതാണ് 2021 ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ. ഇന്ന് ജാനുവരി 2. സോ അപ്പോൾ നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ചാനലിൽ ഞാൻ ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അത് ഇന്നല്ല, എന്തായാലും വരുന്നുണ്ട്. അതിൻ്റെ ചേഞ്ചസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റിൽ വർക്കിംഗ്. സോ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഒരു കംപ്ലീറ്റ് പവർ പാക്ഡ് ചാനലായിട്ട് വരുന്നതാണ് ഇത്. അപ്പം നിങ്ങളൊന്ന് ഈ ഒരു 2021 ഓടിച്ചൊന്ന് നോക്കിയിട്ട് വരും. നോക്കിയിട്ട് വന്ന ശേഷം ഉറപ്പായിട്ടും താഴെ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ ആ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഫോട്ടോസായിട്ടാണ് കൊടുക്കുന്നത്. സോ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസോ ഏതെങ്കിലും വീഡിയോസോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാനലിൽ എന്തായാലും ആ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ 150 വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് ചാനലിൽ എന്തായാലും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും കേട്ടോ. സോ ഇപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് പോയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, എങ്ങനെയുള്ള കണ്ടൻസ് വേണം, നമ്മുടെ ചാനലിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം നല്ല ഗുഡ് ക്രിറ്റിസിസംസ് താഴെ കമൻറ്റ് ചെയ്യൂ. നല്ല ക്രിറ്റിസിസംസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രശ്നമില്ല.
അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. അപ്പം പറ്റാവുന്നതാണെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. ഒരു കംപ്ലീറ്റ് പവർ പാക്ഡ് ചാനലായിട്ട് നമ്മൾ ചാനൽ വരുന്നതാണ്. ഞാൻ ഭയങ്കര പഠിച്ചാണ്, പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മോട്ടിവേഷനും വേണം, എന്നാലേ നമുക്ക് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ 2020 ഞാൻ ഷൂട്ട് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും ഒരു ഗ്ലിംസ് നമുക്ക് കണ്ടിട്ട് വരാം. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടാക്കാൻ എൻ്റെ ഉള്ള പ്രയത്നവും ഞാൻ പറയാം. കാരണം ഒരു വീഡിയോയും ഈസി ആയിട്ട് ഉണ്ടാവുന്നതല്ല, ഭയങ്കര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് ഓരോ വീഡിയോയും. അപ്പം നിങ്ങളതെങ്ങനെ എടുത്തു എന്നുള്ളതും എനിക്കറിയണം. അപ്പം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് വേഗം തന്നെ ഒരു ഫോട്ടോസായിട്ട് നോക്കാം. ഓക്കെ.
ബോറടിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചു എല്ലാം നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. 2020 എങ്ങനെയാണ് ഇത്രയും ദിവസം പോയത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മുഴുവൻ കണ്ടല്ലോ വീഡിയോ. അപ്പം ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, എന്തെങ്കിലും കണ്ടൻസിലും ചേഞ്ചസ് വരുത്തണോ, എന്താണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, എന്താണ് വേണ്ടാത്തത്, നല്ല നല്ല ക്രിറ്റിസിസംസ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. സോ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ശരിക്കുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, പറഞ്ഞൂലേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.